ഹലോ, അസ്സലാം വലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ അടുത്ത് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് കൂടുതലും മങ്കി പോക്സിനെ കുറിച്ച്. അതായത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ അടുത്ത് പോലും ദുബായിൽ ഒരാൾക്ക് സ്ഥിരീകരിച്ചു എന്നുള്ളത്. എന്നാൽ നമുക്ക് പലർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും എന്താണ് മങ്കി പോക്സ് അല്ലെങ്കിൽ കുരങ്ങുപനി എന്നുള്ളത്. അത് എങ്ങനെയാണ് വരുന്നത്, വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് കുരങ്ങുപനി എന്ന് നോക്കാം. നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, കുരങ്ങിൽ നിന്നായിരിക്കും നമുക്ക് അത് വരുന്നത്, അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ. പക്ഷെ ശരിക്കും അത് അങ്ങനല്ല. 1958 ആദ്യമായിട്ട് ഈ ഒരു വൈറസ് സ്ഥിരീകരിക്കുന്നത് കുരങ്ങിലാണ്. മേ ബി അതുകൊണ്ടാവാം അതിന് മങ്കി പോക്സ് അല്ലെങ്കിൽ കുരങ്ങുപനി എന്ന ആ ഒരു പേര് വന്നത്. പിന്നെ നമുക്ക് തന്നെ ഉള്ള ഒരു ഡൗട്ടാണ്, ഇതെങ്ങനെയാണ് നമുക്ക് സ്പ്രെഡ് ആവുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാന്നുള്ളത്. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു മൃഗത്തിന്റെ ഇറച്ചി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വരാം. അതുപോലെ തന്നെ എന്താ പറയുക, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ആനിമലിന്റെ ബ്ലഡ് വഴി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെക്രീഷൻ വഴി അല്ലെങ്കിൽ അതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാനായിട്ടുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു മൃഗത്തിന്റെ കടി നമുക്ക് ഏറ്റു കഴിഞ്ഞാലും അങ്ങനെയും നമുക്ക് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത് മാത്രമല്ല, പേഴ്സൺ ടു പേഴ്സൺ ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി അവിടെ ഇരുന്ന് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ അടുത്തുള്ള ആൾക്കാർക്ക്, അതായത് തൊട്ടടുത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. വേറെയും സ്റ്റഡീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ കുരങ്ങിന്റെ ഒക്കെ ശരീരത്ത് കാണുന്ന ഒരുതരം ഇൻസെക്റ്റ് ഉണ്ട്, ചെള്ള്. അത് വന്നിട്ട് നമ്മുടെ ശരീരത്ത് വന്ന് നമ്മളെ അത് കുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവഴിയും നമുക്ക് ഈ ഒരു വൈറസ് നമ്മളിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ വനപ്രദേശത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിനെയൊക്കെ ആണെങ്കിലും മറ്റുള്ള ആനിമൽസുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് ചെയ്യുക, അതായത് കൂടുതൽ സമ്പർക്കത്തിന് വിടാതിരിക്കുക. ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വൈറസ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ 3 ദിവസം മുതൽ 14 ദിവസത്തിനുള്ളിൽ തന്നെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. അപ്പൊ ആദ്യം തന്നെ ഭയങ്കര വിറയലോട് കൂടിയിട്ടുള്ള ഒരു പനിയായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നല്ല ക്ഷീണം ഉണ്ടാവും, ഭയങ്കര തലവേദന ഉണ്ടാവും, ഡയറിയ ഉണ്ടാവും, പിന്നെ ആണെങ്കിൽ എന്താ പറയാ, ശരീരവേദന നല്ല രീതിയിൽ ഉണ്ടാവും, പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വരെ നല്ല രീതിയിൽ കുറയും. ഇതിൽ പുറമേ നമ്മുടെ സ്കിന്നിൽ, അതായത് നമ്മുടെ മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ ആയിട്ട് കുരുക്കൾ അല്ലെങ്കിൽ സ്കിൻ റാഷസ് വരും. അതായത് ഈ ഒരു പനിക്ക് നമ്മുടെ സ്മോൾ പോക്സുമായിട്ട് ഒത്തിരി സിമിലാരിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു നോർമലി ഇത് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് ക്യൂർ ആകും. അത്ര ഒരു ഡെത്ത് റേറ്റ് ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ല. എന്നാൽ പോലും ചിലർക്ക് ഇത് ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്കൊക്കെ ഇത് സീരിയസ് ആവാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. എന്നാൽ പോലും ഒരുവിധം എല്ലാവർക്കും തന്നെ ഈ ഒരു 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കുറയും. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ, അങ്ങനെ മങ്കി പോക്സിന് മാത്രമായിട്ട് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റും ഇല്ല. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ധാരാളം പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നല്ല വൃത്തിയാക്കിയിരിക്കുക, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ പരിസരം എന്താ പറയുക, വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ഹൈജീൻ ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ പോകേണ്ടി വന്നാൽ മാക്സിമം പോവാതിരിക്കുക. ഇൻ കേസ് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ മാസ്ക് യൂസ് ചെയ്യുക, ഗ്ലൗസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ PP കിറ്റ് യൂസ് ചെയ്യുക. മാക്സിമം കവർ ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്താ പറയുക, കൂടുതൽ വേറെ മൃഗങ്ങളുമായിട്ട് കോണ്ടാക്ട് വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്കൊക്കെ ആനിമൽസിന്റെ കടി ഏൽക്കാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെല്ലാവരും ഇപ്പൊ ചെയ്യുന്ന പോലെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നേരത്തെ ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് എന്തെങ്കിലും നമുക്ക് തോന്നുവാണെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്താ പറയുക, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, ട്രീറ്റ്മെന്റ് എടുക്കുക. ഭക്ഷണത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ നോൺ വെജ് ധാരാളം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ലതുപോലെ വേവിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഈവൻ നമ്മുടെ പെറ്റ്സിന് കൊടുക്കുന്ന ഫുഡ് ആണെങ്കിൽ പോലും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് നമ്മൾ ചെയ്യാൻ എന്താ പറയുക, ടെസ്റ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്, PCR ടെസ്റ്റ് ആണ് ചെയ്യുന്നത്.
ഈ ഒരു പനി എന്താ പറയുക, നമ്മുടെ കൊറോണ പോലെ അങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവുമൊന്നുമില്ല, അതോർത്ത് ആരും പേടിക്കണ്ട. പക്ഷെ എന്നാൽ പോലും നമ്മളെല്ലാവരും തന്നെ അവെയർ ആയിരിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി ആൻഡ് ബൈ.